മുംബൈ തെരുവോരങ്ങളിലൂടെ ചോറ് ബസാറും കട കഴിഞ്ഞ് സുമേഷ് ആൻഡ് രമേശ്. അങ്ങനെ മുംബൈയിലെ കുറച്ച് ലോക്കൽ ഏരിയ കണ്ട ശേഷം നമ്മ പോകാൻ പോണത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ്. നമുക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ മഴ എന്ന് പറഞ്ഞ സാധനം കൂടാനല്ലാണ്ട് കുറയുന്നില്ലട്ടാ. പക്ഷെ നമ്മൾ തൂറ്റും കൊടുക്കൂലട്ടാ, അത് വേറെ കാര്യം. അപ്പൊ നമ്മ 2 കുടയും പിടിച്ചാണ്ട് ഇറങ്ങി. അപ്പൊ നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യനെ കുറിച്ച് പറയാം. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ആദ്യ ബ്രിട്ടീഷ് രാജാവിനെ വരവേൽക്കാൻ മുംബൈയിലെ തെക്കൻ കടൽ തീരത്തുണ്ടാക്കിയ ഒരു സ്മാരകം കേട്ടോ. ഇതിനെന്ന് പറഞ്ഞാൽ ഏകദേശം 86 അടി ഹൈറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പണ്ട് കടൽ മാർഗം സന്ദർശിക്കാൻ വരുന്നവർക്ക് ആദ്യ കാഴ്ചയാണ്. ഏകദേശം 1924 തുറന്നു കൊടുത്തേക്കണേ. ഇതിപ്പോ പറഞ്ഞാൽ മുംബൈയിൽ വൺ ഓഫ് ദി മെയിൻ ഐക്കണാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്ന മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് താജ് ഹോട്ടലിരിക്കുന്നത്. താജ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മുംബൈയുടെ എന്നല്ല, ഇന്ത്യയിൽ തന്നെ വെച്ച് വൺ ഓഫ് ദി ഫേമസ് ഹോട്ടലാണ്. താജ് ഹോട്ടലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഏത് ഫോട്ടോ എടുത്താലും സീൻ ലുക്ക് ആയിരിക്കും. അത് ഇവിടെ വന്ന് എല്ലാവർക്കും അറിയാം, അത് വേറെ കാര്യം. ഇവിടെ വന്നു കഴിഞ്ഞാൽ താജ് ഹോട്ടലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഒരു ഫോട്ടോ മസ്റ്റായി എടുത്തോട്ടാ. അങ്ങനെ ഇത് കണ്ട ശേഷം നമ്മുടെ ഈ യാത്രയിലെ ലാസ്റ്റ് സ്പോട്ടിക്ക് നമുക്ക് കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഹാജി അലി ദർഗാണ്. അപ്പൊ നമുക്ക് അതിന്റെ ശേഷം നമുക്ക് അടുത്തേ പറയാട്ടാ. അപ്പൊ ഓക്കേട്ടാ.